നമ്മുടെ രജനീകാന്തിന്റെ സിനിമ പോലെ തന്നെ നമ്മള് പല വീഡിയോസ് ഉണ്ട് ഒറിജിനൽ നമ്മള് റിയൽ ആയിട്ട് കാണാൻ പോകുന്നത് ഇരുമ്പിലൊക്കെ വാർത്തെടുക്കുന്ന ഒരു ആള് പെട്ടെന്ന് ആൾക്കാരായിട്ട് ക്ഷയിക്കാൻ കൊടുക്കുക ഭയങ്കര അത്ഭുതമാണല്ലോ. അല്ലെങ്കിൽ ഇതിലൊക്കെ ഓടി നാടി ബാക്കിയുള്ളൊക്കെ ചെയ്യാം. ഇതിന്റെ ഉള്ളിലേക്ക് വന്നപ്പോ നമ്മള് റോബോട്ടുകളാണ് ഫുള്ളായിട്ടുള്ളത്. റോബോട്ടുകൾ, പ്രത്യേകതരം റോബോട്ടുകൾ. അവര് റോബോട്ട് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ റോബോട്ട് നമ്മള് സിനിമയിലാണ് എന്തിനും സിനിമ റോബോട്ട് തന്നെ ഇംഗ്ലീഷ് സിനിമ ഉണ്ട്. അങ്ങനെ സിനിമകളിലാണ് നമ്മള് റോബോട്ടിനെ കണ്ടിട്ടുള്ളത്. ഇത് നമ്മള് യഥാർത്ഥത്തിൽ നിൽക്കുന്ന രണ്ട് കാര്യം കൊണ്ട് നിൽക്കുന്ന, രണ്ട് കൈ കൊണ്ട് ചലിക്കുന്ന നമ്മള് പല വീഡിയോസ് ഉണ്ട് ഒറിജിനൽ നമ്മള് റിയൽ ആയിട്ട് കാണാൻ പോകുന്നത്. ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് റോബോട്ടുകളുടെ വിശേഷങ്ങളെന്ന് കാണാം. പിടിക്കാവോ? കയ്യാണ് കൊണ്ടുപോകണം. ഓക്കെ, താങ്ക് യു. കൈ കാണിച്ചു തരും. ഇതിന്റെ അടുത്ത് ഷേക്കൻഡ് കൈ എങ്ങനെ കൊടുക്കണം? കൈ അടിക്കാൻ പറഞ്ഞ നമ്മൾ തമ്മിൽ ബന്ധമായി. അടിപൊളി. നമ്മൾ റോബോട്ടായിട്ട് കൈയൊക്കെ കൊടുത്ത് നല്ലൊരു ഇതായിരുന്നു സംഭവം. കൊണ്ടോ ശരിക്കും തുണി കൊണ്ടുണ്ടാക്കിയ നല്ല. പക്ഷേ AI-യുടെ ഉപയോഗം, AI ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളൊക്കെ AI നമ്മുടെ മനസ്സ് കീഴടക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെയൊക്കെ മുന്നോടിയായിട്ടുള്ള എക്സ്പോകളാണ്. അതെ, റോബോട്ടിനെ കുറിച്ച് നമ്മള് പ്രത്യേകിച്ച് പറഞ്ഞ ഇപ്പൊ തന്നെ ഞാനില്ലേ അവര് റോബോട്ടിന് ഇനിയും വളരാണ്ടൊന്നും കൂടി. ഇതിപ്പോ അവരുടെ സെൻസില് അവരുടെ സെൻസ് ഉണ്ട്, ക്യാമറ പോലെ സെൻസ് കിട്ടിയെന്ന് വെച്ചാൽ അവര് ഇങ്ങനെ സെൻസറിലൂടെ കണ്ടിട്ട് അവര് നമ്മളെ നമ്മള് ചെയ്യണം എന്താണെന്നനുസരിച്ച് റിപ്ലൈ തരും. അപ്പൊ ആദ്യം ഞാൻ കൊടുത്തപ്പോ ആൾക്ക് മനസ്സിലായില്ല. അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് ആൾക്ക് മനസ്സിലായത് ക്ഷയിക്കാൻ കൊടുക്കുന്നത്. ആദ്യമാണ് ഇങ്ങനെ കാണിച്ചു. അപ്പൊ ഞാൻ അത് റിയാക്ട് ചെയ്തു. അങ്ങനെയല്ല അവര് ഞാൻ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെയല്ല, എന്താ കാണിക്കണമെന്ന് ഡൗട്ട് അടിച്ച് കൈയടിച്ചു. പിന്നെയാണ് ആൾക്ക് മനസ്സിലായി ക്ഷയിക്കാനാണ് ആവശ്യം. മൂന്നാമത്തെ ഇതില് ആൾക്ക് മനസ്സിലായി കൈയാണ് കൊടുക്കേണ്ടത് എന്ന് ക്ഷയിക്കാൻ. നല്ല രസമാണ്. റോബോട്ടിനൊന്നും മൊത്തം കാണാൻ നമുക്ക്. റോബോട്ടുകളല്ല, ഈ റോബോട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ റിപ്ലൈ ചെയ്തിട്ടില്ലേ? ബാക്കിയുള്ള ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കുകയാണ്. കൊള്ളാലോ. നമുക്ക് രണ്ട് കാലിൽ നിൽക്കണുണ്ട് അവിടെ കുറച്ച് നിൽക്കണം. നമ്മൾ ശരിക്കും വീഡിയോസൊക്കെ കാണുന്ന പോലെ തന്നെ. അതുപോലെ തന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആള് മറ്റേ ഹായ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ കൈയടിക്കുന്നുണ്ട്, അതുപോലെ ഷെയ്ക്കൻഡ് കൊടുക്കുന്നുണ്ട്. കൊള്ളാം, അടിപൊളിയായിട്ട് അപ്പൊ ഇതാണ് നമ്മുടെ റോബോട്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാം. വെള്ള അതുപോലെ കറുപ്പ്, അതാണ് ഫുള്ള് അതിന്റെ ഔട്ട്ഫിറ്റ് തന്നെ. വെള്ളയും കറുപ്പും കളറാണുള്ളത്. വളരെ രസമുണ്ട് കാണാൻ. അത് കുറച്ച് സെൻസർ ഉണ്ട്, അതിനനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരിങ്ങനെ ചെയ്യും. അതെ, അത് രസമല്ലേ കാണാൻ. അതെ, അച്ഛൻ നോക്കി കുട്ടികൾ എന്റെ അടിക്ക് കയ്യടി എല്ലാവരും റോബോട്ടായിട്ട് സംസാരിക്കുന്നില്ല. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ. എല്ലാവർക്കും ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യനില്ല. കാരണം ഒരു ഇരുമ്പിലൊക്കെ വാർത്തെടുക്കുന്ന ഒരു ആള് പെട്ടെന്ന് ആൾക്കാരായിട്ട് ക്ഷയിക്കാൻ കൊടുക്കുക ഭയങ്കര അത്ഭുതമാണല്ലോ. പിന്നെ സിനിമയിൽ കാണപ്പെടുന്ന സാധനം ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ അതിലും പ്രത്യേക രസമാണ്. ഞാൻ ആദ്യമായിട്ടാവും കാണുക. എല്ലാവർക്കും നല്ല രസമാണ്. എല്ലാവരും ഭയങ്കര സപ്പോർട്ട് തന്നെ എല്ലാവരും ചെയ്യാനൊക്കെ, ക്ഷയിക്കാൻ കൊടുക്കാനൊക്കെ. ടാറ്റ കയ്യടിയൊക്കെ ഉണ്ടോ? കൈയൊക്കെ അടിച്ചു അതെ. ഇത് ചൈനയിൽ ഇമ്പോർട്ട് ചെയ്ത റോബോട്ടാണ്.
അതായത് ജീവൻ എന്നാണ് ഇതിൻ്റെ പേര്. ജീവൻ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ എക്സ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുകയാണ്. പിന്നെന്ന് വെച്ചാൽ ഇത് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനാണ്. പിന്നെ ഇതിൽ നമുക്ക് വേണ്ട പോലെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓരോ ഓപ്ഷൻസ് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റും. എക്സ്ട്രാ ആഡ് ചെയ്യാൻ നടത്തം ഇപ്പോൾ ഇത് നടത്തം എല്ലാം ഉണ്ട്. ഇപ്പോൾ എന്താ ഇതിൻ്റെ കാല് കംപ്ലൈന്റ് ആയതുകൊണ്ടാണ് നടക്കാൻ ബുദ്ധിമുട്ട്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നടക്കാനാണെങ്കിൽ ഷെയ്ക്കാൻ എടുക്കാൻ, ഫ്ലൈങ് കിസ് അടിക്കാൻ, ഹൈറ്റ് അടിക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇപ്പോൾ കംപ്ലൈന്റ് ആയത് കാരണം നമുക്ക് ഓടിക്കാൻ പറ്റാം. ഇത് ഇങ്ങനെ എല്ലാ എന്റർടൈൻമെന്റ് പർപ്പസിനും നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് വേണ്ട കസ്റ്റമൈസ് ചെയ്യാം. ഇത് മറ്റേ എന്താ സെൻസർ ആണോ അതോ നമ്മൾ റിമോട്ടിൽ അതായത് ആ ക്യാമറ ഉള്ളത് സെൻസറാണ്. സെൻസറാണ്. അപ്പോൾ അതിന് ഡാറ്റ കളക്ട് ചെയ്തിട്ടാണ് അതിന് റെസ്പോണ്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിൽ സോഫ്റ്റ്വെയർ ഉണ്ട്. പ്രീസെറ്റ് ചെയ്തിട്ടുള്ള ഓരോ ഫംഗ്ഷൻസ് നമുക്ക് അതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഷെയ്ക്കാൻ്റെ കാര്യങ്ങളൊക്കെ പ്രീസെറ്റ് വെച്ചിട്ട് അപ്പോൾ അതിൽ അവർ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ രജനികാന്തിന്റെ സിനിമ പോലെ തന്നെ അവർക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിൽ ഇറക്കാൻ പറ്റും. ബേസ് മോഡലാണ്. ഓക്കെ, താങ്ക് യു. എന്താ പേര്? മുബശ്ശ എന്ന ചേട്ടനാണ് നമുക്ക് ഈ റോബോട്ടിനെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടുത്തിയത്. അപ്പൊ എന്തായാലും താങ്ക് യു. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ റോബോട്ടിന്റെ വിശേഷവും കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ റോബോട്ടിനെ കാണാനും ലൈക്കാനും കൊടുക്കാനൊക്കെ വന്നാൽ മതി. വൈക്കത്തഷ്ടമി ഫെസ്റ്റ് തന്നെ പരിപാടിയാണ്. അപ്പൊ ആ പരിപാടിക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ റോബോട്ടിനെ കാണാം, ജയിക്കാൻ കൊടുക്കാൻ ഡാറ്റ, അങ്ങനെ കുറെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമായിട്ടുള്ള റോബോട്ടെ കാണാം. തിരുമലാണെന്ന് തന്നെ നമുക്ക് അടിപൊളി കാഴ്ചയായിരുന്നു. സെൻസറിങ് ഉണ്ട്. അതെ അതെ, ക്യാമറ പിന്നെ ഇതിന്റെ കാലോണ്ട് വയ്യ, ഇതിന്റെ കാലോണ്ട് വയ്യ അതിന് കെട്ടി വെച്ചിരിക്കുക. അതുകൊണ്ടാണ് ഓടാനും ചാടാനും പറ്റാത്തത്. അല്ലെങ്കിൽ ഇതിലൊക്കെ ഓടി നാടി ബാക്കിയുള്ളൊക്കെ ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.